നിർവഹിക്കുന്ന ശ്രീ പ്രകാശൻ 71ാമത്തെ വാർഷികത 70 വർഷം കഴിഞ്ഞു. അപ്പോൾ ഈ 70 വർഷം മുമ്പ് ഉടലെടുക്കുന്നത് വലിയൊരു ഒന്നും കാര്യമായൊന്നും നമുക്കുണ്ടായിരുന്നില്ല. വനിതകൾ നല്ല രീതിയിൽ നമ്മുടെ പ്രവർത്തനം നടത്തുന്ന വലിയൊരു വനിതാ വിഭാഗം നമുക്കുണ്ട്. നല്ല രീതിയിൽ ക്ഷേത്ര കരയോഗത്തിന്റെ സെക്രട്ടറി ശ്രീ എം സുകുമാരൻ അവർ, ഈ യോഗത്തിന് സ്വാഗതം ആശംസിച്ച കരയോഗത്തിന്റെ ജോയിന്റ് സെക്രട്ടറി ശ്രീ സി സോമനാഥ് അവർ, യോഗത്തിന് ആശംസകൾ അർപ്പിക്കുന്ന ശ്രീമതി സുമംഗലി സോമൻ അവർ, ശ്രീ നന്ദകുമാർ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ കൺവീനർ, ശ്രീ അച്യുത പണിക്കർ അവർ, സ്കൂൾ പ്രസിഡന്റ്, ശ്രീമതി രാജേശ്വരി പ്രസാദ് അവർ, ശ്രീമതി വിജയലക്ഷ്മി അവർ, ശ്രീ അരവിന്ദ് ബാലസമാജത്തിന്റെ പ്രസിഡന്റ്, ഈ യോഗത്തിൽ നന്ദി പ്രകാശിപ്പിക്കുന്ന ശ്രീ ശിവദാസൻ അവർ, അതോടൊപ്പം തന്നെ ഈ യോഗത്തിൽ സംബന്ധിക്കുന്ന കരയോഗത്തിന്റെ മറ്റു ഭാരവാഹികൾ, വനിതാ സമാജത്തിന്റെ പ്രവർത്തകർ, സ്വാശ്രയ സംഘാംഗങ്ങൾ, ബാലസമാജത്തിന്റെ പ്രവർത്തകരെ, മറ്റു കരയോഗ ആത്മീയ പഠന ക്ലാസ് 2000 രൂപ ബാങ്കിൽ നിന്നും ഡ്രോ ചെയ്തത് 15,988 രൂപ. വാളവിറ്റ വരവ് കമ്മിറ്റിയുടെയും ഭക്തജനങ്ങളുടെയും അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ വളരെ നല്ല രീതിയിൽ നടത്തുവാൻ സാധിച്ചു വരുന്നു. ഈ കാലയളവിൽ 2 ക്ഷേത്രങ്ങളിലെയും എല്ലാ ആഘോഷങ്ങളും വളരെ നല്ല രീതിയിൽ നടത്തുവാൻ കഴിഞ്ഞു. ശിവവിഷ്ണു ക്ഷേത്രത്തിലെ ശിവരാത്രി, കർക്കിടക വാവ്, അയ്യപ്പൻ വിളക്ക്, ശ്രീകൃഷ്ണ ജയന്തി, രാമായണ മാസാചരണം, പ്രതിഷ്ഠാദിനം എന്നിവയും, ദേവീക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനം, രാമായണ മാസം, നവരാത്രി ദമ്പതികളെയാണ്. ശ്രീ സുരേന്ദ്രൻ വി, 5 ശ്രീ നാരായണൻകുട്ടി, 6 ശ്രീ സുനിൽകുമാർ, 7 ശ്രീ എ ജി മുരളി, 8 ശ്രീ മോഹനൻ ചിറയ്ക്കൽ, 9 ശ്രീ പ്രിയ, 10 ശ്രീ നാരായണൻ, 11 ലതിക, ശ്രീമതി ലതിക, 12 ശ്രീമതി വത്സല, 13 ശ്രീ ശശിധരൻ. ഇങ്ങനെ 13 പേരുകളാണ് നൽകിയിട്ടുള്ളത്. 3 ശ്രീ ശ്രീകുമാർ ടി, 4 ശ്രീ കൃഷ്ണകുമാർ, 5 ശ്രീ ദേവൻ ചിറയ്ക്കൽ, 6 ശ്രീ ടി പി രാജു, 7 ശ്രീമതി സിന്ധു, 8 ശ്രീമതി അംബിക, 9 ശ്രീമതി വിമല പ്രദീപ്, 10 ശ്രീ മോഹൻ കൃഷ്ണ, 11 ശ്രീ വിഷ്ണു പ്രസാദ്. ഇങ്ങനെ 11 പേരുടെ പേരുകളാണ് നൽകിയിട്ടുള്ളത്. ഈ 11 പേരെയും അമ്പല കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുത്ത് പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ്. അല്ല, 11 പേരെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് എന്തൊക്കെ സ്ഥാനങ്ങളാണുള്ളത്? അല്ല, സ്ഥാനങ്ങൾ കൺവീനർ, നമുക്ക് തെരഞ്ഞെടുക്കപ്പെടേണ്ടത് അത് എനിക്ക് അറിയാൻ പാടത്തോണ്ടാണ് ഞാൻ ചോദിച്ചത്. കൺവീനറായിട്ട് ഒരാളെ തെരഞ്ഞെടുക്കണം, ജോയിന്റ് കൺവീനറായിട്ട് 2 പേരെ തെരഞ്ഞെടുക്കണം, ട്രഷറായിട്ട് ഒരാളെ തെരഞ്ഞെടുക്കണം. ഈ 11 പേരിൽ നിന്ന് അപ്പൊ അംഗങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. കൺവീനർ സ്ഥാനത്തേക്ക് ഒരു പേര് നിർദ്ദേശിക്കുക. ശ്രീ സുകുമാരൻ, ശ്രീ എം സുകുമാരൻ, അദ്ദേഹത്തിന്റെ പേരാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. മറ്റു പേരുകളോ നിർദ്ദേശങ്ങളോ ഇല്ല എന്ന് കരുതുന്നു. ശ്രീ എം സുകുമാരനെ കൺവീനറായി തെരഞ്ഞെടുത്ത് പ്രഖ്യാപിച്ചോളൂ.
ടി പി രാജു ജോയിന്റ് കൺവീനർ, പിന്നെ ശ്രീകുമാർ ടി ട്രഷറർ, കൃഷ്ണകുമാർ കൊളുത്തുറ, ദേവൻ ചിറക്കൽ, സിന്ധു വെള്ളന്നൂർ, അംബിക സുനിൽ, വിമല പ്രദീപ്. രണ്ട് കമ്മിറ്റി വന്നപ്പോഴേക്കും പുരുഷാസനം ഈ ആൾക്കാരെന്ന് പറയുന്നത് നാല് വനിതകൾ മാത്രമേ ഉള്ളൂ. എല്ലാവരും അമ്പലം കമ്മിറ്റിയിൽ നിന്ന് NSS കമ്മിറ്റിയിൽ വന്നു, NSS കമ്മിറ്റിയിൽ നിന്ന് അമ്പലം കമ്മിറ്റി പോയി. മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് കുഴപ്പമുണ്ടായിട്ട് വന്നതല്ല, നല്ലതാണ്. എനിക്ക് പറയാനുള്ളത് നടത്തുന്നുണ്ട്, നടത്തിയിട്ടുണ്ട്. NSSന്റെ മീറ്റിങ്ങിൽ വരുമ്പോൾ അതിനെപ്പറ്റി പറയുന്നത് NSSനെ പറ്റി പറയാം, സ്കൂളിനെ പറ്റി പറയുമ്പോൾ അത് സ്കൂളിൻ്റെ കാര്യങ്ങൾ നല്ല പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിക്കട്ടെ എന്ന് കൈരളി സ്വയം സഹായ സംഘത്തിന്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും ആശംസകൾ അർപ്പിക്കുന്നു. ജയ് ഹിന്ദ്.